ഞാൻ ഈ വീഡിയോയിൽ പ്ലേ സ്റ്റോറിലുള്ള 4 സെറ്റിംഗ്സുകൾ പറയുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ബാറ്ററി ലാഭിക്കാൻ പറ്റും. അടിപൊളി ഓപ്ഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലേ. പക്ഷേ പ്ലേ സ്റ്റോറിൽ ഈ കാണുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓണും ഓഫും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ബാറ്ററി വളരെയധികം ഡാമേജ് ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നെറ്റും അതുപോലെ തന്നെ ബാറ്ററിയും തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സെറ്റിംഗ്സുകൾ എന്നുള്ളത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ പ്ലേ സ്റ്റോർ കണ്ടില്ലേ, ആ പ്ലേ സ്റ്റോർ എന്ന ഐക്കൺ കാണുന്നുണ്ടല്ലോ, ആ ഐക്കണിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ നെറ്റും അതുപോലെ തന്നെ ബാറ്ററി നല്ലപോലെ ലാഭിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ലൈവായിട്ട് തന്നെ പ്ലേ സ്റ്റോറിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്കൊരു റൗണ്ട് ഐക്കൺ, ഒരു ക്ലോക്ക് പോലത്തെ റൗണ്ട് ഐക്കൺ കാണുന്നില്ലേ, ആ റൗണ്ട് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇതുപോലത്തെ ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോറേജ് യൂസേജ്, ആ സ്റ്റോറേജ് യൂസേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റോറേജ് യൂസേജിൽ 234 MB എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡാറ്റ കാണിക്കുന്നുണ്ട്, അതിന്റെ താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത്രത്തോളം ഡാറ്റ അതിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെയായിട്ട് ക്ലിയർ ഡാറ്റ പറയുന്ന ഓപ്ഷൻ, അത് ഒരു കാരണവശാലും നിങ്ങൾ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന്റെ തൊട്ട താഴെയായിട്ട് ക്യാഷെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. 21 MB കാണിക്കുന്നുണ്ട്, അത് ക്ലിയർ ക്യാഷെ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ക്യാഷെ കൊടുത്തിട്ട് അവിടെ 0 MB ആക്കി മാറ്റണം. ഇനി നോക്കിയൊക്കെ അവിടെ 0 MB ആയി വന്നു. അപ്പൊ നമ്മൾ ക്യാഷെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെയ്യേണ്ട ഒരു കാര്യം. അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ബാക്കോട്ടേക്ക് വരിക. നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മൾ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, ആ പ്ലേ സ്റ്റോറിന്റെ ഐക്കണിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യുക. പ്ലേ സ്റ്റോറിന്റെ ഐക്കണിന്റെ മേലെ പ്രസ് ചെയ്യുക. നല്ലപോലെ നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ, ആ പ്രൊഫൈൽ ഐക്കണിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിംഗ്സ് കാണുന്നില്ലേ, ആ സെറ്റിംഗ്സിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിംഗ്സിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യം ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരാം. ആ ജനറൽ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ് ഓപ്ഷൻസ് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഏറ്റവും താഴേക്കാണ് വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രിഫറൻസ്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ് ഓപ്ഷൻസ് ഇവിടെ വരും. അവിടെ നമുക്ക് ഇവിടെ കാണുന്നില്ലേ ഓട്ടോ അപ്ഡേറ്റ് പറയുന്ന ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് അവിടെ കാണുന്ന ഓട്ടോ അപ്ഡേറ്റ് ആപ്സ്, ഇതാണ് വേണ്ടത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിരവധി 10-100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇത് മുഴുവൻ ഓട്ടോ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ബാറ്ററി നല്ലപോലെ ഡൗൺ ആവുന്നുണ്ട്, അതുപോലെ തന്നെ നെറ്റും കുറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും മറ്റുള്ളതൊന്നും ടിക്ക് ചെയ്യരുത്. ചിലവരൊക്കെ നമ്മുടെ മൊബൈലൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതൊന്നും ചെയ്യരുത്. മൊബൈൽ ഡാറ്റ ഒന്നും ക്ലിക്ക് ചെയ്യരുത്. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഇനി അപ്പൊ നമ്മൾ എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് അല്ലെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് ഈ ഓട്ടോ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അതിനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെറ്റിംഗ്സിൽ തന്നെ പോയിട്ട് ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും മാനേജ് ആപ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ. ഇവിടെ കണ്ടില്ല 120 അപ്ഡേറ്റ്സ്, ആപ്ലിക്കേഷൻസിന്റെ അപ്ഡേഷൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ പോയിട്ട് വേണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ. ഇവിടെ കണ്ടില്ലേ, ഒരിക്കലും എന്ത് ചെയ്യരുത്, മുകളിലുള്ള അപ്ഡേറ്റ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ കണ്ടില്ല ഇത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇത് മുഴുവൻ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ടില്ലേ അപ്ഡേറ്റ്സ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങളുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രം നോക്കുക. ഞാൻ ChatGPT ഉപയോഗിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ മാനുവലി പോയിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് നല്ലപോലെ നെറ്റ് ലാഭിക്കാൻ പറ്റും, അതേപോലെ തന്നെ ബാറ്ററി ലാഭിക്കാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത്രത്തോളം ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഡാറ്റയും പോവും, അതുപോലെ തന്നെ ബാറ്ററിയും പോകും. അതുകൊണ്ടാണ് പല ആളുകളും ഉറങ്ങി കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്, നെറ്റ് മൊത്തം ഡൗൺ ആവുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് പ്രൊഫൈൽ ഐക്കൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നാൽ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. പ്ലേ പ്രൊട്ടക്ട്, മറന്നുപോയത് പ്ലേ പ്രൊട്ടക്ട് ആണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കൊരു സ്കാനിങ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും ആപ്പുകളിൽ എന്തെങ്കിലും വൈറസുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്കാനിങ് കഴിയും. ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നും ഇവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഏറ്റവും മുകളിൽ ഒരു ഐക്കൺ കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്.
ആദ്യത്തെ ഓപ്ഷൻ ഓൺ ആക്കി വെക്കാം. അത് ഓക്കെയാണ്. കാരണം നമ്മളെ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാര്യങ്ങളെല്ലാം ഗൂഗിളിന് അയച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അത് ഒരിക്കലും ഓൺ ചെയ്ത് വെക്കരുത്. അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റുന്നുണ്ടോ